ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ബീഫ് ബിരിയാണിയുടെ മസാലയാട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ബീഫ് ബിരിയാണിയുടെ മസാല തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന ഒരു 10 പച്ചമുളകും ഒരു 10-15 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഇതൊന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ബീഫ് ഞാൻ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ബീഫ് എടുക്കുമ്പോൾ നിങ്ങൾ ഇത്തിരി വലിപ്പത്തിലെടുക്കണം കഷ്ണം കേട്ടോ. ഞാൻ ഇത്തിരി ചെറുതാക്കി മുറിച്ചെടുത്തതേ ഉള്ളൂ. നിങ്ങൾ എടുക്കുമ്പോൾ ഇത്തിരി വലിപ്പം തന്നെ എടുക്കണം കേട്ടോ. ദം ബിരിയാണി വയ്ക്കുമ്പം ഇറച്ചി ഇത്തിരി വലിപ്പം വേണേ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയിൽ നിന്ന് 1 സ്പൂണ് അത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ബാക്കി മാറ്റി വയ്ക്കാമേ. ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം പിന്നെ അതുപോലെ തന്നെ 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് 1/2 സ്പൂണ് ഗരം മസാല ഇതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്ത ശേഷം വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അപ്പം അത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സവാള ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു 3 സവാള ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ കരിഞ്ഞു പോകാൻ നമുക്ക് സവാള വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ നല്ല ഇത് മൂത്ത് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കോരി മാറ്റാം. അതിനുശേഷം ബാക്കി സവാള ഇട്ട് അതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ സവാള ഞാൻ മുഴുവനായിട്ട് വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഉരുളി വെച്ച് കൊടുക്കാം. ഉരുളിയിലോട്ട് നമ്മൾ ആ വറുത്ത ബാക്കി എണ്ണ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സവാളയാട്ടോ. അപ്പോൾ വീണ്ടും ഞാനൊരു 4 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം ശകലം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാമേ. ഉപ്പ് നമ്മൾ നേരത്തെ ബീഫിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ വഴണ്ട് വരണേ. അപ്പോൾ ഇത് വഴണ്ട് വന്ന ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബാക്കി പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് പച്ചമുളകിൻ്റെ എരിയാട്ടോ വേണ്ടത്. പച്ചമുളകിൻ്റെ എരിയും പിന്നെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പം എരി നല്ലതുപോലെ വേണമെങ്കിൽ പച്ചമുളക് അനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെയും വഴറ്റി കൊടുക്കണേ. ഇതിപ്പോൾ നല്ലതുപോലെ വഴണ്ട് വന്നു. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് വഴറ്റി കൊടുക്കാം. ആ മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണേ. ഇത് നല്ലതുപോലെ വഴണ്ട് വന്ന ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് തക്കാളിയാണ്. അപ്പം 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ അരിഞ്ഞ ശേഷം ഇട്ട് കൊടുത്ത് നമുക്ക് തക്കാളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ഉടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തവി കൊണ്ട് ഇതുപോലെ ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഉടഞ്ഞ് കിട്ടുമേ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തൈരാണ്. അപ്പോൾ നല്ല പുളിയുള്ള തൈരാണ്, അതുകൊണ്ട് 2 സ്പൂൺ തൈരേ ഞാൻ ചേർക്കുന്നുള്ളേ. പിന്നെ ഇതിലേക്ക് വീണ്ടും ഒരു പിടി മല്ലിയിലയും പുതിനയിലയും നമുക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. മല്ലിയിലയും പുതിനയിലും അത്യാവശ്യം വേണം കേട്ടോ. മല്ലിയില ഇത്തിരി കൂടിയിരുന്നാലും കുഴപ്പമില്ലേ. അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നാരങ്ങ നീര് ഞാൻ ചേർക്കുന്നില്ല, തൈരിന് പുളിയുള്ളത് കൊണ്ട്. ഇനി നമ്മൾ എടുത്തേക്കുന്നത് രമ്പേലയാണ്. അത് ഇതുപോലെ ഒന്ന് കഴുകിയ ശേഷം ഒന്ന് ഇതുപോലെ കെട്ടിയിട്ട് കൊടുക്കാം. അതുകൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ മസാലയൊക്കെ നല്ല ചേർന്ന് വന്ന ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മസാലയാണ്. ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 സ്പൂണ് ബീഫ് മസാലയാട്ടോ. ബീഫ് മസാലയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. 1 സ്പൂൺ മതിയേ. അതും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സവാള ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം മുഴുവൻ. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം.
അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫാട്ടോ, അതിപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം വേണം നമ്മൾ ബീഫ് ചേർത്ത് കൊടുക്കാൻ. ബീഫ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളത്തോട് കൂടെ തന്നെ ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളം ഉണ്ടല്ലോ അത് ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം വെള്ളം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പച്ചവെള്ളം ഒഴിക്കല്ലേ, ചൂടുവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാവുള്ളേ. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് കൂട്ടി ഇളക്കാമേ. നല്ലതുപോലെ കൂട്ടി ഇളക്കിയിട്ട് വെള്ളം കുറവാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. മസാലയൊക്കെ ഈ ബീഫിലൊന്ന് പിടിച്ചു വരുന്നത് വരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം അടച്ചു വെച്ചിട്ട് ഇടയ്ക്കൊന്ന് നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണേ. അപ്പോൾ ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം. മസാല എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കണേ. ഒരുപാട് ഗ്രേവി വേണ്ട കേട്ടോ. നമ്മൾ ദം ബിരിയാണി അല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അധികം ഗ്രേവി വേണ്ടേ. അപ്പോൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്ന ബിരിയാണി മസാലയാണ്. അപ്പോൾ 2.5 സ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഗ്രേവി വേണ്ടാന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, നമ്മൾ റൈസ് വേവിച്ചിട്ട് ഇതിലേക്ക് ദം ഇട്ട് കൊടുക്കുമല്ലോ, അപ്പോൾ അധികം വെള്ളം നീണ്ടിരിക്കേണ്ട, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ല നമ്മൾ റൈസ് വേറെയാണ് വെച്ച് നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആണ് കഴിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇത് നമുക്ക് വെന്ത ശേഷം ഇതിലേക്ക് നമ്മൾ ദം ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ടപ്പം നമ്മുടെ ദം ബിരിയാണിയുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബീഫ് ബിരിയാണിയുടെ മസാല റെഡി ആക്കിയെടുക്കുന്നത്. ഇനി നമ്മൾ റൈസ് വേവിച്ച് ഇതിൽ ദം ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചോറിന് എടുക്കുമ്പോൾ ഇങ്ങനെയല്ലല്ലോ എടുക്കുന്നത്, മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് മൂപ്പിച്ചല്ലേ എടുക്കുന്നത്. പക്ഷേ ദം ബിരിയാണിക്ക് എടുക്കുമ്പം ഇങ്ങനെയാട്ടോ ബീഫ് കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി തീർച്ചയായിട്ടും ബീഫ് ബിരിയാണി വയ്ക്കുമ്പം ദം ബിരിയാണി വയ്ക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണം, ഇഷ്ടമാകും കേട്ടോ. താങ്ക്